ഹായ് മക്കളെ, മാഹിർ സാറടാ വീണ്ടും. സോ മക്കളെ, ഇന്ന് വന്നിട്ടുള്ളതടാ ഏത് ചാപ്റ്ററുമായിട്ട്? ഏതായിരിക്കും മക്കളെ ചാപ്റ്റർ? നിങ്ങൾ തമ്മിൽ കണ്ടോലോ. അങ്ങനെ ഞാനിനി വല്ലാതെ വിശദീകരിക്കാനൊന്നുമില്ല. അത് തന്നെടാ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എടാ, ഈ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത സമയത്ത് പല മക്കളെ ചോദിക്കും, സാറേ ഇതെങ്ങനെ പഠിക്കുക എന്ന് പറയും. ഇനി മുതൽ എന്ത് ചെയ്യുക, അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ല. കാരണം മക്കളെ, ഈ ക്ലാസ് കണ്ടെത്തിയാൽ മതി, ഈ ക്ലാസ് കണ്ടാൽ മതി. റെഡിയാണോടാ? സോ അങ്ങനെ മക്കളെ, നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാ നോക്കുക. എടാ കോണ്ടന്റ് നമ്പേഴ്സിനെ പറ്റിയിട്ട്, എടാ കോണ്ടന്റ് നമ്പേഴ്സ് എത്ര കോണ്ടന്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ആകെപ്പാടെ 3 കോണ്ടന്റ് നമ്പേഴ്സാ. അങ്ങനെയില്ല കേട്ടോ. എടാ 4 കോണ്ടന്റ് നമ്പേഴ്സ് നമുക്ക് പ്രസന്റാ. എത്ര കോണ്ടന്റ് നമ്പേഴ്സ് മക്കളെ? 4 കോണ്ടന്റ് നമ്പേഴ്സ്. അവരാരൊക്കെ നോക്കിയാലോ, നോക്കിക്കോട്ടോ. എടാ ഫസ്റ്റ് കോണ്ടന്റ് നമ്പറിനെ പറയുന്ന പേരടാ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്ന് പറയും. എന്താടാ? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. റെഡിയാണോ? എടാ രണ്ടാമത്തെ കോണ്ടന്റ് നമ്പറിനെ പറയുന്ന പേരടാ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എന്ന് പറയും. ആരുടെ? അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. എടാ മൂന്നാമത്തെ കോണ്ടന്റ് നമ്പറിനെ പറയുന്ന പേരെന്താ കുഞ്ഞോ? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. എന്തായിരിക്കും മക്കളെ? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്ന് പറയും. എടാ നാലാമത്തെ കോണ്ടന്റ് നമ്പറിനെ പറയുന്ന പേരെന്താടാ? നാലാമത്തെ കോണ്ടന്റ് നമ്പറിനെ പറയുന്ന പേരെടാ സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് പറയും. റെഡിയാണോടാ? സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് പറയും. റെഡിയാണോ? സോ ആകെപ്പാടെ മക്കളെ 4 കോണ്ടന്റ് നമ്പറാ. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഒന്നാമത്തെ കോണ്ടന്റ് നമ്പറിനെ പറയുന്ന പേരെടാ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. എടാ ആ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിനെ N എന്ന അക്ഷരം കൊണ്ടാ സൂചിപ്പിക്കുക. എടാ അസിമുത്തൽ കോണ്ടന്റ് നമ്പറിനെ L എന്ന അക്ഷരം കൊണ്ടാ സൂചിപ്പിക്കുക. എടാ മക്കളെ നെക്സ്റ്റ് മക്കളെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിനെ M എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. എടാ നെക്സ്റ്റ് കോണ്ടന്റ് നമ്പർ അല്ല സ്പിൻ കോണ്ടന്റ് നമ്പർ. ഏത് അക്ഷരമാണ് മക്കളെ? എടാ സ്പിൻ കോണ്ടന്റ് നമ്പറിനെ S എന്ന അക്ഷരം കൊണ്ടാ സൂചിപ്പിക്കുക. റെഡിയാണോ? അങ്ങനെയാണ് മക്കളെ പറയടാ. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ നമുക്ക് ആരെ പറ്റിയിട്ടാ പറഞ്ഞു തരുന്നത്? ഷെല്ലുകളെ പറ്റിയിട്ടാണ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് മക്കളെ. എടാ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഷെല്ലുകളെ പറ്റിയിട്ടാണെങ്കിൽ മക്കളെ, എടാ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ ആരെ പറ്റിയിട്ടാ പറയുന്നതാ? സബ്ഷെല്ലിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ അല്ലേടാ? സബ്ഷെല്ലിനെ പറ്റിയിട്ടാണ് ആര് പറയുന്നതാ? അസിമുത്തൽ കോണ്ടന്റ് നമ്പർ പറയുന്നത്. മക്കളെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു മക്കളെ ആരടാ? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറാ. എടാ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ആരെ പറ്റിയാ പറയുന്നതാ? ഓറിയന്റേഷനെ പറ്റിയിട്ട്. റെഡിയാണോ? ഓറിയന്റേഷനെ പറ്റിയിട്ടാണ് മക്കളെ ആര് പറയുന്നതാ? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ പറഞ്ഞു തരുന്നത്. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ നോക്കിക്കോട്ടോടാ. അങ്ങനെയാണ് നോക്കിക്കോട്ടോ. സെറ്റാണെങ്കിൽ മക്കളെ സെറ്റാണ് പറയട്ടോ. സോ മക്കളെ അങ്ങനെ നോക്കിക്കോ. എടാ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഏതക്ഷരമാണ് മക്കളെ? പറയടാ. ഏതായിരിക്കും? N എന്ന അക്ഷരമായിരിക്കും. റെഡിയാണോ? അങ്ങനെ മക്കളെ അസിമുത്തിൽ മക്കളെ ഏതായിരിക്കൂടാ? L. എടാ മാഗ്നറ്റിക് ആണെങ്കിൽ M. എടാ സ്പിൻ ആണെങ്കിൽ S എന്ന് പഠിക്കാം. നിങ്ങൾക്ക് സ്പിന്ന് പഠിക്കാല +1 നമ്മൾ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഒരുമിച്ച് പഠിക്കും. റെഡിയാണോടാ? സോ എടാ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഷെല്ലിനെ പറ്റിയിട്ടാ പറഞ്ഞത്. അതിന്റെ അർത്ഥം മക്കളെ, എടാ നമ്മൾ ഒരു ആറ്റത്തിൽ എത്ര ഷെല്ലുണ്ടെടാ? 4 ഷെല്ലുകളുണ്ട്. ഏതൊക്കെ? K, L, M, N. മക്കളെ K ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളടാ? 2. L എത്ര ഇലക്ട്രോൺ കൊള്ളും? 8. എടാ M 18. എടാ N എത്ര ഇലക്ട്രോൺ ഇടാ? 32 ഇലക്ട്രോൺസ്. റെഡിയാണോടാ? റെഡിയാണോ? സോ മക്കളെ നെക്സ്റ്റ് നോക്കിക്കോടാ. സബ്ഷെല്ല്. എടാ സബ്ഷെല്ലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കിട്ടൂടാ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ഇതിലാക്കി പറഞ്ഞുതരാം കേട്ടോ സബ്ഷെല്ലിനെ പറ്റിയിട്ട്. സോ മക്കളെ ഈ ഒരു ഷെല്ലിനെ പറ്റിയിട്ടാണ് എന്ത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ പറഞ്ഞു തരുന്നത്. എടാ പക്ഷേ അസിമുത്തൽ ആരെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്? സബ്ഷെല്ലിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത്. നോക്കിക്കോ സബ്ഷെല്ലിനെ പറ്റി ഓരോ കാര്യങ്ങൾ നോക്കിക്കോട്ടെടാ. അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. റെഡിയാണോ? എടാ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എടാ L എന്ന അക്ഷരം കൂടെ സൂചിപ്പിക്കാം. റെഡിയാണോ? എടാ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സബ്ഷെല്ലിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അതിൻ്റെ അർത്ഥം മക്കളെ എത്ര സബ്ഷെല്ലുണ്ട് മക്കളെ? 4 സബ്ഷെല്ലുണ്ട്. S, P, D, F. എടാ S എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 ഇലക്ട്രോൺ. എടാ P എത്ര ഇലക്ട്രോൺ കൊള്ളും? 6. D എത്ര കൊള്ളും? 10. F എത്ര കൊള്ളും? 14 ഇലക്ട്രോൺ. ഓക്കെ അല്ലേടാ? അങ്ങനെ മക്കളെ എസിന്റെ ഷേപ്പ് എന്താടാ? സ്പെറിക്കൽ. P ന്റെ ഷേപ്പ് എന്താടാ? ഡംബൽ. P എന്താണ്? ഡംബൽ. എടാ D ന്റെ ഷേപ്പ് എന്താടാ? ഡബിൾ ഡംബൽ. ഓക്കെ അല്ലേ മക്കളെ? സോ ഇത്രേ ഉള്ളൂ മക്കളെ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് ആക്ച്വലി ഡിസ്ക്രൈബ് ഓൺലി അബൌട്ട് ദ സബ്ഷെൽ. സബ്ഷെല്ലുകളെ പറ്റിയിട്ടാണ് മക്കളെ ആര് ഡിസ്ക്രൈബ് ചെയ്യുന്നതാടാ? അസിമുത്തൽ കോണ്ടന്റ് നമ്പർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. റെഡിയാണോടാ? സോ നെക്സ്റ്റ് മക്കളെ എന്ത് ചെയ്യൂടാ? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. എടാ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ശ്രദ്ധിക്ക്. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ കേട്ടോടാ. എടാ ഞാൻ ഒരു ചെറിയ കാര്യം വിട്ടുപോയതാണ്. സോ നോക്കിക്കോ. എടാ ഈ ഒരു പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിലെടാ, ഈ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിൽ കേസിൽ നമ്മൾ ഏകദേശം കൊണ്ട് സൂചിപ്പിക്കുക. N വാല്യൂ എത്ര? 1 ആണ്. അതായത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ വാല്യൂ എത്ര? 1. ഇനി L ഷെല്ലിന്റെ മക്കളെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ വാല്യൂ എത്ര?
2 ആണ്. കാരണം എന്നാണ് എന്ത് പ്രിൻസിപ്പൽ കോണ്ടം നമ്പറിനെ റിപ്രസെന്റേഷൻ ചെയ്യുന്നത് കേട്ടോ. സോ എം ഷെല്ല് മക്കൾ ഏതായിരിക്കൂടാ എൻ വാല്യൂ എത്ര 3 എടാ എൻ ഷെല്ലിന് എൻ വാല്യൂ എത്രടാ 4. ഓക്കെ അത് കഴിഞ്ഞു മക്കൾ. നെക്സ്റ്റ് എന്താടാ അസിമുത്തൽ കോണ്ടം നമ്പർ ആണ്. ആര് കോണ്ടം നമ്പർ എടാ അസിമുത്തൽ കോണ്ടം നമ്പർ. എടാ അസിമുത്തൽ കോണ്ടം നമ്പർ ഏത് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം എൽ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. എടാ എസ് എന്ന് സബ്ഷെല്ലിന്റെ എൽ വാല്യൂ എത്രടാ അസിമുത്തൽ കോണ്ടം നമ്പർ എത്ര 0. എടാ പി എന്ന് പറഞ്ഞ സബ്ഷെല്ലിന്റെ അസിമുത്തൽ കോണ്ടം നമ്പർ എത്രടാ 1 ആണ്. എടാ ഡി എന്ന് പറഞ്ഞ സബ്ഷെല്ലിന്റെ അസിമുത്തൽ കോണ്ടം നമ്പർ എത്രടാ 2 ആണ്. എടാ എഫ് എന്ന് പറഞ്ഞ സബ്ഷെല്ലിന്റെ അസിമുത്തൽ കോണ്ടം നമ്പർ എത്രടാ 3 ആണ്. റെഡിയാണോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കട്ടോ. സോ നെക്സ്റ്റ് നോക്കിക്കോ മക്കളെ മാഗ്നറ്റിക് കോണ്ടം നമ്പർ. ആരാ മക്കളെ മാഗ്നറ്റിക് കോണ്ടം നമ്പർ. റെഡിയാണോ? ആരാ മക്കളെ മാഗ്നറ്റിക് കോണ്ടം നമ്പർ. ഓക്കെ മാഗ്നറ്റിക് കോണ്ടം നമ്പർ. റെഡിയാണോ? എടാ മാഗ്നറ്റിക് കോണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓറിയന്റേഷൻ ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് മക്കളെ എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ ആകെപ്പാടെ ഒറ്റ ഓറിയന്റേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ മക്കളെ പി എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ മക്കളെ പി എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ മക്കളെ 3 ഓറിയന്റേഷൻ ഉണ്ട്. അതായത് 3 ഓറിയന്റേഷൻ. റെഡിയാണോ? അതായത് ഇനി അടുത്ത് മക്കളെ ഡി എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ മക്കളെ 5 ഓറിയന്റേഷൻ ഉണ്ട് കേട്ടോ. സോ 5 ഓറിയന്റേഷൻ 1 2 3 4 5. ഓക്കെ എടാ എഫ് എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ മക്കളെ 7 ഓറിയന്റേഷൻ ഉണ്ട് കേട്ടോ. 7 ഓറിയന്റേഷൻ. സോ 1 2 3 4 5 6 1 2 3 4 5 6 7 ഓറിയന്റേഷൻ ഉണ്ട്. റെഡിയാണോ? അപ്പൊ എഫിൽ എത്ര മക്കളെ 7 ഓറിയന്റേഷന്, ഡിയിൽ എത്ര 5 ഓറിയന്റേഷന്, പിയിൽ എത്ര 3 ഓറിയന്റേഷന്, എസിൽ എത്ര 1 ഓറിയന്റേഷന്. റെഡിയാണോ? എടാ ഈ ഓരോ എസിൽ മക്കളെ 2 ഇലക്ട്രോൺ കൊള്ളും. ഓരോ ഇതിന് മക്കളെ ഈ ഓരോ പെട്ടിനെ പറയുന്ന പേരാണ് ഓർബിറ്റൽ എന്ന് പറയും. റെഡിയാണോ? ഓർബിറ്റൽ അല്ല ഓർബിറ്റൽസ്. റെഡിയാണോ? അപ്പൊ മക്കളെ ഓരോ ഓർബിറ്റൽസ് മക്കളെ 2 ഇലക്ട്രോൺ കൊള്ളും കേട്ടോ. ഓരോ ഓർബിറ്റൽസും മക്കളെ 2 ഇലക്ട്രോൺസ് കൊള്ളും. റെഡിയാണോ? ഓരോ ഓർബിറ്റൽസും 2 ഇലക്ട്രോൺസ് കൊള്ളുക. ഓക്കെ സോ അതുകൊണ്ട് മക്കളെ എസിൽ 2 ഇലക്ട്രോൺ കൊണ്ടു, പിയിൽ മക്കളെ 6 ഇലക്ട്രോണ്, ഡിയിൽ എത്രടാ 10 ഇലക്ട്രോൺസ്, എഫിൽ എത്രടാ 14 ഇലക്ട്രോൺസ്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അത് എങ്ങനെയായിരുന്നു കിട്ടിയിട്ടുള്ളത്. റെഡിയാണോടാ? സോ നെക്സ്റ്റ് നോക്കിക്കോ മക്കളെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്സെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാ. എടാ സബ്സെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ആദ്യം തന്നെ എടാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു ആൾക്കാർ 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒന്നാര മക്കളെ കോപ്പറും പിന്നെ ഒന്നാരടാ ക്രോമിയം. എടാ ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രടാ 24. എടാ കോപ്പറിൻ്റെ എത്രടാ 29. എടാ ക്രോമിയം നമ്മളെങ്ങനെ ചെയ്താ എൻ്റെ മക്കൾ പറയടാ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിക്കാണി. നിങ്ങളിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിക്കോളി. മക്കളെ പറഞ്ഞോളിടാ 1s2 2s2 2p6 3s2 3p6 4s2 ആണോ? 4s2 ആണോ? ആണോ? അല്ല 4s1 3d5. എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം മക്കളെ ഡി എന്താണാ ഹാഫ് ഫിൽഡോ ഫുള്ളി ഫിൽഡോ ആയിക്കഴിഞ്ഞാൽ അവൻ എന്തായിരിക്കൂടാ സ്ഥിരത അഥവാ സ്റ്റെബിലിറ്റി കൈവരിക്കും. റെഡിയാണോ? അതുകൊണ്ട് ഡീനെ നമ്മൾ എന്ത് ചെയ്തു ഫുള്ളാക്കി കാരണം സ്റ്റെബിലിറ്റി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എസ് 1 കുറഞ്ഞു ചെയ്തു. റെഡിയാണോ? അതുകൊണ്ടാണ് 4s1 3d5 എന്ന് സാർ ചെയ്ത് കേട്ടോ. മക്കളെ അങ്ങനെയാണ് മക്കളെ ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രടാ? എടാ ഡി ആണ് ഗ്രൂപ്പ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടെത്തുക അല്ലേ? ഈ മണ്ടയിലുള്ള ഇലക്ട്രോൺ എണ്ണം കൂട്ടം അതില് 5 + 1 എത്രടാ 6. അങ്ങനെ മക്കളെ പീരീഡ് എത്രടാ? ഡി ആണെങ്കിൽ നമ്മൾ ആരെ പീരീഡ് നോക്കണം? ആരെ നോക്കണം? എസ് നോക്കണം. എസിന്റെ അപ്പുറത്ത് നമ്പർ എത്ര 4 5 മക്കൾക്ക് ഇതൊക്കെ അറിയാമല്ലോ അല്ലേ? സോ നോക്കിക്കോ മക്കൾ അങ്ങനെയാണെങ്കിൽ മക്കൾ പെട്ടെന്ന് മറ്റേ കോപ്പർ 29 പെട്ടെന്ന് പറഞ്ഞ കോപ്പർ 1s2 2s2 2p6 3s2 3p6 4s1 3d10. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്ര? മണ്ടേത്തിൽ ഇലക്ട്രോൺ പറഞ്ഞ 8 10 + 1 എത്രടാ 11. അങ്ങനെ മക്കളെ പീരീഡ് എത്ര? എസ് നോക്കണം കേട്ടോ. എസ് തൊട്ടപ്പുറത്താരടാ 4 അല്ലേ? സോ അങ്ങനെ മക്കളെ പീരീഡ് നമ്പർ എത്രടാ 4. സെറ്റ് ആണോടാ? സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ മക്കളെ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയടാ സെറ്റ് ആണെന്ന് ഇന്ത്യ സമാധാനത്തുമായിട്ട്. റെഡിയാണോടാ? സോ മക്കളെ ഇത് കഴിഞ്ഞു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എന്ത് ചെയ്യാം മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇനി മക്കളെ പെട്ടെന്ന് നെക്സ്റ്റ് നോക്കിക്കോ എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക്. ഓക്കെ അല്ലേ മക്കളെ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു മക്കളെ. എടാ നമ്മളിപ്പോൾ ഒരു പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ആ പീരിയോഡിക് ടേബിൾ മക്കളെ എത്ര ഗ്രൂപ്പിനുണ്ടാ 18 ഗ്രൂപ്പുകളുണ്ട്. എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡ് ഉണ്ട്. അങ്ങനെ മക്കളെ ഒന്നാമത്തെ ഗ്രൂപ്പിനെയും രണ്ടാമത്തെ ഗ്രൂപ്പിനെ ഏത് കാറ്റഗറിയിൽ അറിയപ്പെട്ടതാ? എസ് ബ്ലോക്ക് എന്ന് പറയുന്ന കാറ്റഗറിയാ. എടാ എസ് ബ്ലോക്ക് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ആണ്. എടാ ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. എടാ ഗ്രൂപ്പ് 2 ആൽക്കലി എർത്ത് മെറ്റൽസ് എന്ന് പറയും. മക്കളെ അങ്ങനെയാണെങ്കിൽ മക്കളെ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ആരുണ്ടാവൂടാ? മെറ്റൽസ് ഉണ്ടാവും. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 കംപ്ലീറ്റ് എന്തായിരിക്കും മക്കളെ? മെറ്റൽസ് അഥവാ ലോഹങ്ങളായിരിക്കും. റെഡിയാണോടാ? റെഡിയാണോ മക്കളെ? നെക്സ്റ്റ് പോയിന്റ് നെക്സ്റ്റ് ബ്ലോക്ക് മക്കളെ പി ബ്ലോക്ക് എന്ന് പറയും. എടാ പി ബ്ലോക്ക് മക്കളെ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെ മക്കളെ ഏത് ഗ്രൂപ്പ് എടാ ഏത് ബ്ലോക്ക് എടാ ഏത് ബ്ലോക്ക്? പി ബ്ലോക്ക്. റെഡിയാണോ? എടാ ഈ പി ബ്ലോക്കിൽ 3 ആളുകൾ കാണപ്പെടും. മെറ്റൽസ് നോൺ മെറ്റൽസ് മെറ്റലോയിഡ്സ് ലോഹങ്ങള് അലോഹങ്ങള് ഉപലോഹങ്ങളും കാണപ്പെടും. റെഡിയാണോ? 3 ആൾക്കാരും അവിടെ കാണപ്പെടും പി ബ്ലോക്കിൽ കാണപ്പെടും.
റെഡിയാണോ? നെക്സ്റ്റ് ചെയ്ത് ബ്ലോക്ക് ഡി ബ്ലോക്ക്. ഡി ബ്ലോക്കിൽ മക്കളെ ഡി ബ്ലോക്കിലെ ഷുവർ ക്വസ്റ്റ്യൻ കേട്ടോ മക്കളെ. ഡി ബ്ലോക്ക് പഠിച്ചു വെച്ചോളി. ഡി ബ്ലോക്കിലെ ഫസ്റ്റ് പോയിന്റ് എന്താടാ? ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയാണ് മക്കളെ എവിടെ കാണപ്പെടുക? ഡി ബ്ലോക്കിൽ കാണപ്പെടുക. ഡി ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ പേര് പറയും, ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസിഷൻ എലമെന്റ്സ്. പക്ഷേ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്തല്ലടാ? ട്രാൻസിഷൻ എലമെന്റ്സ് അല്ല. അവരെ പറയുന്ന പേരാടാ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്, അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് പറയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ട്രാൻസിഷൻ എലമെന്റ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. പറയടാ പ്രത്യേകത, പറയടാ നിങ്ങൾ പറയടാ പ്രത്യേകത. ഒന്നാമത്തെ പ്രത്യേകത എന്താ? ദേ ഹാവ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണ അവസ്ഥയാണടാ. രണ്ടാമത്തെ പോയിന്റ് എന്താടാ? അവരുടെ കളേർഡ് നേച്ചർ കാണിക്കും, കളേർഡ് പ്രോപ്പർട്ടി കാണിക്കും. റെഡിയാണോ? പക്ഷെ മക്കളെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി മക്കളെ ഒരു ലോഹങ്ങളാണ്. ഒരു 3 മുതൽ 12 വരെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഗ്രൂപ്പിലാണ് എന്ത് ഒരു അറിയപ്പെടുന്നത്. പക്ഷേ മക്കളെ ഒരു കളറ് കാണിക്കൂല. എന്ത് കാണിക്കൂല? കളറ് കാണിക്കൂല. കളറ് നിറം കാണിക്കുന്നില്ല അവര്. കാരണം എന്താ അറിയോ? ഈ സിങ്കിന്റെയും കാഡ്മിയത്തിന്റെയും മെർക്കുറിന്റെയും അവസാന ഡി സബ്ഷെല്ലിൽ മക്കളെ 10 ഇലക്ട്രോൺ ഫിൽഡാ. അങ്ങനെ ഫുള്ളി ഫിൽഡ് ആയവർ എന്ത് കാണിക്കില്ലടാ? നിറം കാണിക്കില്ല, കളർ കാണിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മക്കളെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ദേ ആർ കോൾഡ് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. റെഡിയാണോ? നെക്സ്റ്റ് മക്കളെ എഫ് ബ്ലോക്കിനെ പറ്റിട്ടാ. എഫ് ബ്ലോക്ക് മക്കളെ ഏറ്റവും പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും ബോട്ടം സൈഡിലാണ് കാണപ്പെടുക. മക്കളെ ഒരു 2 പീരീഡുകളാ. 6ാം പീരീഡുകളെ പറയുന്ന പേരെന്താ? ലാന്തനോയിഡ്സ്. 7ാം പീരീഡ് പറയുന്ന പേരെന്താ? ആക്ടിനോയിഡ്സ്. റെഡിയാണോ മക്കളെ? നെക്സ്റ്റ് മക്കളെ ഒരു ടോപ്പിക് അയോണൈസേഷൻ എന്താൽപ്പി. എന്തായിരിക്കും അയോണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുർബലമായിട്ടുള്ള ഇലക്ട്രോണ് എവിടുന്നടാ? ബാഹ്യ സെൽ അഥവാ ഔട്ടർ മോസ്റ്റ് സെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനടാ നീക്കം ചെയ്യാനടാ. ഔട്ടർ മോസ്റ്റിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാന് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള എനർജിയെ പറയുന്ന പേരാണടാ അയോണൈസേഷൻ എന്താൽപ്പി. ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണെ റിമൂവ് ചെയ്യാ. It is the energy required to remove an electron from outer most അഥവാ വാലൻസ് സെല്ലിൽ നിന്ന്. അങ്ങനെടാ വാലൻസ് സെൽ അഥവാ ഔട്ടർ മോസ്റ്റിൽ നിന്ന് സെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഊർജം അഥവാ എനർജിയെ പറയുന്ന പേരാണടാ അയോണൈസേഷൻ എന്താൽപ്പി എന്ന് പറയും. റെഡിയാണോ? സോ ഇത്രയാണ് മക്കളെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് പറയാനുള്ളത്. റെഡിയാണോ? നെക്സ്റ്റ് സെക്ഷനുമായിട്ട് എന്ത് ചെയ്യണം? വീണ്ടും കാണാം. താങ്ക് യു.